നിനക്ക് ഏതെങ്കിലും തീവ്രവാദ സംഘടനയായിട്ട് ബന്ധമുണ്ടാടാ? സാറെന്താ ഉദ്ദേശിച്ചത്? ഞാൻ എന്താ ഉദ്ദേശിക്കേണ്ടത്? അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളെ വശീകരിച്ചെടുക്കാൻ നിനക്ക് ഇവിടുന്നാടാ ട്രെയിനിങ് കിട്ടിയത്? സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. ഞങ്ങൾക്കറിയാടാ. ആ കൃഷ്ണനാരെ നീയും ദിവ്യയും ചേർന്ന് കൊന്ന് കുഴിച്ചു മൂടിയതല്ലേ അല്ലടാ? സത്യം പറഞ്ഞ എനിക്കൊന്നും അറിയില്ല സാറേ. എന്താ സാറേ ഇത്? സംശയത്തിന്റെ പേരിൽ അവരെ പിടിച്ചോണ്ട് വരിക, മൂന്നാം മുറയിലൂടെ അവരെ ഭീഷണിപ്പെടുത്തി കുറ്റം സമ്മതിപ്പിക്കുക. കേരള പോലീസിന് ഇത് എന്ത് പറ്റി സാറേ? മെമ്പറെ ഭരണം അങ്ങ് പഞ്ചായത്തിൽ മതി. തൽക്കാലം അയാൾ മാറി നിൽക്ക്. അതവിടെ ജനപ്രതിനിധിയാ. ചിലപ്പോ പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തിലും ഇടപെട്ടെന്നിരിക്കും. എങ്കിൽ ഈ കസേരയിൽ കയറിയിരുന്നോ, എന്നിട്ട് നീതിയോ ന്യായോ എന്താ നടപ്പിലാക്കിക്കോ. പിന്നെ കൃഷ്ണനാരുടെ കേസ് അതല്പം കുഴപ്പം പിടിച്ചതാ. മാൻ മിസ്സിംഗാ. നാട്ടിൽ ചില ഊഹാപോഹങ്ങൾ ശക്തമാണ്. പോലീസിന് അതിനനുസരിച്ച് കേസ് എടുക്കേണ്ടി വരും. തെളിവ് കിട്ടിയാ പിടിച്ചകത്തിട്ടോ. പക്ഷെ അതിനു മുമ്പുള്ള വിചാരണയും പീഡനം അത് വേണ്ട. ഞാനിവനെ കൊണ്ടുപോവാ. വടാ. നമസ്കാരം സാർ. ഇരിക്കും. കൃഷ്ണൻ നായരെ കാണാതായ വിഷയത്തില് സൽമാനെ ഞങ്ങൾ കുറച്ച് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. CCTV ഫൂട്ടേജ് കിട്ടിയപ്പോഴാണ് സംഗതിയുടെ വസ്തുത ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സോറി. അവരെങ്ങ് വിളിക്കും. നമസ്കാരം സാർ. അപ്പൊ ഇയാളാണ് കൃഷ്ണൻ നായരെ കന്യാകുമാരിയിൽ കൊണ്ടുപോയത്. അയ്യോ, കർത്താവിനാണ് ഞാൻ നിരപരാധിയാണ് സാറേ. എന്നോട് പറഞ്ഞു കന്യാകുമാരിയിൽ ഒരു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ, അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകാൻ ഒരു വണ്ടി വിളിച്ചു വിട്ടു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ പയ്യൻ്റെ ടാക്സി വിളിച്ചു വിട്ടു കൊടുത്തത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ സാർ എങ്ങനെ ഈ വീൽ ചെയറിൽ ഒറ്റയ്ക്ക് പോകുന്നു? അപ്പോൾ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവരുടെ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്ലാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്രൂവൽ കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ സഹായം ചെയ്തത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ഇയാളാണോ കൊണ്ടുപോയത്? ഇയാൾ പറഞ്ഞിട്ടാണ് സാർ ഞാൻ വണ്ടി ഓടിച്ചത്, അല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല സാർ. മെമ്പർ ഒഴിച്ച് എല്ലാവരും ഒന്ന് പുറത്ത് നിൽക്ക്. നീ എവിടെ നിൽക്ക്. സാറേ, ഈ സൽമാനോട് സോറി പറയേണ്ട ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്. ഈ കുട്ടികളുടെ അടുപ്പത്തിൻ്റെ പേരിൽ നിങ്ങൾ അവനെ തീവ്രവാദി വരെ ആക്കാൻ ശ്രമിച്ചു. രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള അടുപ്പത്തിൽ മതം തിരികെ കയറ്റി അതിൽ ചോര കലർത്താനുള്ള ശ്രമം ചില ഭാഗത്തെങ്കിലും ഉണ്ടാകുന്നുണ്ട് സാർ. പക്ഷേ അതിനിരയാകുന്നവരുടെ മനസ്സിലെ മുറിപ്പാടുകൾ അത് പെട്ടെന്നൊന്നും ഉണങ്ങില്ല സാർ. എന്റെ മോൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലേ അത് കണ്ടുപിടിക്കാനും ശിക്ഷിക്കാനും ഈ നാട്ടില് പോലീസും കോടതിയുണ്ട്. മൊല്ലാക്കമാരെ രാജ്യം ഭരിക്കുന്ന നാടുകൾ വേറെ കുറേയുണ്ട്. അത് ഈ നാട്ടില് വേണ്ട. നിങ്ങൾ ചെല്ലേ.